നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കാക്കകളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സൗദി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇത്തിരി പോന്ന കാക്കകൾ ഇതിനു വേണ്ടി എന്ത് ശല്യം ഉണ്ടാക്കാനാണെന്ന്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം വലിയ ശല്യമാണ് കാക്കകൾ സൗദിയിൽ ഉണ്ടാക്കുന്നത്. വൈദ്യുത ലൈനുകളിൽ കൂടുകൂട്ടി വൈദ്യുതി മുടക്കമുണ്ടാക്കുന്നു, രോഗങ്ങൾ പകർത്തുന്നു, കന്നുകാലികളുടെ കണ്ണുകളെ ആക്രമിക്കുന്നു, കടൽ പക്ഷികളുടെ മുട്ടയും കുഞ്ഞുങ്ങളെയും തിന്നു തീർക്കുന്നു തുടങ്ങിയ ശല്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. കാക്കകൾ ഗൾഫിലെ വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ താവളമാക്കിയതോടെ എണ്ണം പെരുകി തുടങ്ങി. എണ്ണം നിയന്ത്രണാതീതമായി പെരുകിയതിനാൽ പൊതുശല്യമായി മാറിയ ഇന്ത്യൻ കാക്കകളെ തുരത്തി ഓടിക്കാനുള്ള രണ്ടാം ഘട്ട നടപടി സ്വീകരിച്ചിരിക്കുകയാണ് സൗദി. അഡാപ്റ്റീവ് കൺട്രോൾ മാനേജ്മെന്റ് പ്ലാൻ എന്ന പേരിൽ പരിപാടി നടപ്പാക്കി കാക്കകളെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇന്ത്യൻ കാക്കകൾ കൂടുതലായി കാണപ്പെടുന്ന ഫറസാൻ ദ്വീപ് സംരക്ഷിത പ്രദേശത്ത് കാക്കകളുടെ എണ്ണമെടുക്കലും പ്രജനന മേഖലകൾ, ഉറങ്ങുന്ന സ്ഥലങ്ങൾ, തീറ്റ കിട്ടുന്ന സ്ഥലങ്ങൾ, സ്വഭാവം എന്നിവ നിർണയിക്കലും പൂർത്തിയായിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ 70% കാക്കകളെ നിയന്ത്രിക്കാനാണ് നീക്കം. കാക്കകൾ പെരുകാതിരിക്കാനുള്ള നടപടിയും സ്വീകരിക്കും. തെക്കു പടിഞ്ഞാറൻ തീരനഗരമായ ജിസാനിലും ടൂറിസ്റ്റ് കേന്ദ്രമായ ഫറസാൻ ദ്വീപിലും വിരുന്നെത്തിയ ഇന്ത്യൻ കാക്കക്കൂട്ടം മടങ്ങുന്നില്ലെന്ന് അവയെ നിരീക്ഷിച്ച പക്ഷി നിരീക്ഷകർക്ക് മനസ്സിലായതോടെയാണ് ഇന്ത്യൻ കാക്കകളെ തുരത്തുന്ന നടപടി ആരംഭിച്ചത്. ജിസാനിലായിരുന്നു ഇന്ത്യൻ കാക്കകൾ ഏറ്റവും അധികം കണ്ടുവന്നത്. ഇവിടെയുള്ള കാക്കകൾ പക്ഷേ സ്വദേശികൾക്കും മറ്റും ശല്യമായി തീർന്നു. ഇന്ത്യൻ കാക്കകളുടെ സാന്നിധ്യം ജൈവ വൈവിധ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. പ്രധാനമായും സസ്യ ജന്തുവസ്തുക്കളെ ഭക്ഷിച്ചാണ് ഈ കാക്കകൾ ജീവിക്കുന്നത്. പൊതുജീവികളെ ഭക്ഷിക്കുന്നത് മൂലം ഈ മേഖലയിൽ ചെറുജീവികളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. കാലങ്ങളായി ജീവിച്ചു വരുന്ന പക്ഷികളെയും മറ്റ് ജീവികളെയും സംരക്ഷിച്ച് ആവാസ വ്യവസ്ഥ സന്തുലിതമാക്കാൻ ദേശീയ വന്യജീവി സംരക്ഷണ കേന്ദ്രം നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തുടക്കത്തിൽ ഫുർസാൻ വന്യജീവി സങ്കേതത്തിലെ 140-ലേറെ കാക്കക്കൂടുകൾ നശിപ്പിച്ചിരുന്നു. കാക്കകളെ കൊല്ലുന്നതിന് പകരം പുനരുൽപാദനത്തിലൂടെ പെരുകുന്നത് തടയാനാണ് പ്രധാനമായും ശ്രമിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഇന്ത്യൻ കാക്കകളുടെ യഥാർത്ഥ വാസസ്ഥലം. 70-കളിൽ വാണിജ്യ കപ്പലുകൾ വഴിയാണ് ഇവ അറേബ്യൻ ഉപദ്വീപിൽ പ്രവേശിച്ചു തുടങ്ങിയത്. പ്രത്യുൽപാദനത്തിനുള്ള ഉയർന്ന കഴിവുള്ളതിനാൽ കാക്കകളുടെ എണ്ണം ചെങ്കടൽ തീരങ്ങളിൽ അതിവേഗം വ്യാപിച്ചു. വൈവിധ്യമാർന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കാക്കകൾക്ക് സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കാക്കകൾ പെരുകാൻ കാരണമായി. എന്തായാലും കാക്കകൾ പെരുകി വൻ ശല്യമായതോടെയാണ് സൗദി ഇത്തരത്തിലൊരു നടപടികളിലേക്ക് നീങ്ങിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.